ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, ഈ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കാൻ വരുന്നത് ഈ ഒരു യൂണിറ്റിൽ. സോ ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞു 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫങ്ഷണൽ ലെവൽ ഉണ്ട്, ബിസിനസ് ലെവൽ ഉണ്ട് ആൻഡ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ അതിൽ ആദ്യത്തെ ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസിലെ ആദ്യത്തെ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് അവരുടെ ഉദ്ദേശം എന്താ നോക്കിക്കേടാ, ഇംപ്രൂവിങ് ഇന്റേണൽ ഓപ്പറേഷൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫങ്ഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ലെവലിൽ മാനേജ്മെന്റിന്റെ അകത്ത്, ബിസിനസിന്റെ അകത്ത്, കമ്പനിയുടെ അകത്ത്, ഓർഗനൈസേഷന്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിന് എക്സാമ്പിളായിട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കേടാ. മാർക്കറ്റിംഗ് വരുന്നുണ്ട്, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടാവും, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസ് വരുന്നുണ്ടാവും. ഫോക്കസ് എന്താ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫോക്കസ് എന്താണ്? എഫിഷ്യൻസി, ക്വാളിറ്റി, ഇന്നൊവേഷൻ ആൻഡ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്. ഇത് 4 ഉറപ്പാക്കുക, ഉറപ്പാക്കുക. ഇത് 4 ഉറപ്പാക്കുക എന്നുള്ളതാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയുടെ ഫോക്കസ് അഥവാ ഉദ്ദേശം ആയിട്ട് വരുന്നത്. എന്തൊക്കെയാ? എഫിഷ്യൻ്റ് ആയിരിക്കണം. എഫിഷ്യൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അടുത്തുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള ലേബർ ആയിക്കോട്ടെ, ഇവരൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ്ഡ് അല്ല. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസും തന്നെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇന്നോവേഷൻ, എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കൊടുത്താൽ പോരാ. ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും എന്താവണം, പുതിയ ഇന്നോവേഷൻസും പുതിയ ടെക്നോളജീസും നമ്മുടെ പ്ലാനിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇൻകോപ്പറേറ്റ് ചെയ്യുക. സോ ഇന്നോവേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവസാനമായിട്ട് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്, അതായത് കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം നമ്മളോടൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഡൗട്ട് പറഞ്ഞു തരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വിളിക്കുമ്പോൾ എടുത്ത് പറയുക, കാരണം ഞാനിങ്ങനെ ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? ഓക്കെ, സാർ ഇങ്ങനെ തിരക്കിലായതുകൊണ്ടാണ്, അറ്റൻഡ് ചെയ്തല്ലോ, അറ്റ്ലീസ്റ്റ് എൻ്റെ മെസ്സേജിനും കോളിനും റെസ്പോണ്ട് ചെയ്തല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ? അതാണ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുക. കസ്റ്റമർ സർവീസ് എന്താക്കുക, പ്രോപ്പർ ആക്കുക, സാറ്റിസ്ഫൈങ് ആക്കുക. ഇതൊക്കെയാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ നമ്മൾ നോക്കുന്നുണ്ടാകുന്ന കാര്യങ്ങൾ. ഇത് കീ വേസ് ടു ഇംപ്രൂവ്, ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് താഴെ നമ്മൾ നോക്കുന്നത്. ആദ്യം പറയുന്നു യൂസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ വലുതാക്കി നമ്മൾ ബിൽഡ് ചെയ്ത് വരണം. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗ്ഗർ ആക്കുക, വൈഡ് ആക്കുക, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ് വലുതാക്കുക. ഓക്കെ അല്ലേ? JIT സിസ്റ്റം, ജസ്റ്റ് ഇൻ ടൈം പോലത്തെ സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. കസ്റ്റമേഴ്സിന് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡക്ട്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കുക, നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുക. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആയിരിക്കണം. അതായത് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കൂ, എൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കരുത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറിന് ഇതിന് 2 കൊമ്പും കൂടെ വേണം എന്നവർ ആവശ്യപ്പെട്ടാൽ ഈ 2 കൊമ്പും കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഈ 2 കൊമ്പും കൂടെ വെച്ചിട്ട് ഞാൻ എന്താക്കി കൊടുക്കും, മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. എപ്പോഴും എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. എക്കണോമീസ് ഓഫ് സ്കെയില് നമ്മൾ യൂസ് ചെയ്യുക. JIT സിസ്റ്റം പോലത്തെ കസ്റ്റമർ സ്പെസിഫിക്കേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. പ്രോപ്പർ ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിനും എംപ്ലോയീസിനും കൊടുക്കുക. ആൻഡ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാക്കുക, നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കുക. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു 6 സിഗ്മ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 6 സിഗ്മ റൂൾ എന്ന് പറഞ്ഞാൽ? 6 സിഗ്മ റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 6 സിഗ്മ റൂൾ എന്ന് പറഞ്ഞാൽ 1 മില്യൺ പാർട്സ്, ഞാൻ 1 മില്യൺ പാർട്സ്, 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ?
10 ലക്ഷം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 1 മില്യൺ പാർട്സ് ഞാൻ പ്രൊഡക്ഷൻ നടത്തിയാൽ അതിൽ വെറും 3.4 പാർട്സേ എന്താവാൻ പാടുള്ളൂ, ഡിഫക്റ്റീവ് ആവാൻ പാടുള്ളൂ. മനസ്സിലായോ? പ്രൊഡക്ട്സ് അല്ലാട്ടോ, പ്രൊഡക്ട്സ് മൾട്ടിപ്പിൾ. ചിലപ്പോൾ ഒരു 10 മില്യൺ 10 മില്യൺ പാർട്സ് ഉപയോഗിച്ചായിരിക്കും 10 മില്യൺ പാർട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുന്നത്, ഒരു 1000 പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. 10 മില്യൺ പാർട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും എത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, 1000 പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. 1 മില്യണിൽ 3.4 ഡിഡക്ട്സേ വരാവുള്ളൂ എങ്കിൽ 10 മില്യണിൽ എത്ര, 34 ഡിഫക്ട്സേ വരാൻ പാടുള്ളൂ. സോ 1000 പ്രൊഡക്ട്സ് ഞാൻ ഉണ്ടാക്കുന്ന സമയം 34 പ്രൊഡക്ട്സേ എന്തായി പോകാൻ പാടുള്ളൂ, ഡിഫക്റ്റീവായിട്ട് പോകാൻ പാടുള്ളൂ. ഇതിനെയാണ് 6 സിഗ്മ റൂൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കൺട്രോൾ പോലെ വെച്ചേക്കുന്നു. 1 മില്യൺ പാർട്സ് ഉണ്ടാക്കിയാൽ അതിൽ 3.4 പാർട്സ് മാത്രമേ ഡിഫക്റ്റീവ് ആവാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, റിലയബിലിറ്റി കൂട്ടുക, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക. ഓക്കെ അല്ലേ? പിന്നെ നോക്കുന്നത് എക്സലൻസ് ആണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ഓൺ പ്രൊഡക്റ്റ്, സർവീസ് ആൻഡ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അടിപൊളിയാക്കുക. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം. ആ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസസ് പ്രോപ്പറായിരിക്കണം, ഓൺ ടൈം ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. ആൻഡ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ഓരോരുത്തർക്ക് വേണ്ട രീതിയിൽ, അല്ല മൊത്തമായി മാസ്സായിട്ട് ക്രൗഡിനെയും ഓഡിയൻസിനെയും അറ്റൻഡ് ചെയ്യാതെ ഓരോരുത്തർക്ക് വേണ്ട രീതിയിൽ, കസ്റ്റമർ കോളൊക്കെ പോലെ ഓരോരുത്തർക്കും വിളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താക്കി കൊടുക്കുക, അവൈലബിൾ ആയിട്ട് കൊടുക്കുക. അതാണ് ഫോക്കസ് ചെയ്യുക. എന്തിന്, പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യണം, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസിൽ ഫോക്കസ് ചെയ്യണം. ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള എന്തും കൊടുക്കണം, ആട്രിബ്യൂട്ട്സും കൊടുക്കുന്നുണ്ടാവണം. ഇന്നൊവേഷൻ എന്താടാ, ഇന്നൊവേഷൻ വീണ്ടും ഡെവലപ്പ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സസ്. ഡെവലപ്പ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ഓർ പ്രോസസ്സസ്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു കസ്റ്റമർ റെസ്പോൺസീവ്നെസ്, ഡെലിവർ വാട്ട് കസ്റ്റമേഴ്സ് വാണ്ട് പ്രോഫിറ്റബിളി. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഏത് രീതിയിൽ കൊടുക്കുക, പ്രോഫിറ്റബിളി തന്നെ. നമ്മൾ നഷ്ടം ഉണ്ടാക്കിയിട്ടൊന്നും വേണ്ട, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിന് വേണ്ട കാര്യം വേണ്ട സമയത്ത് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സും സ്ട്രാറ്റജീസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളായിരിക്കും ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യണം, JIT സിസ്റ്റം പോലത്തെ കാര്യങ്ങൾ നോക്കണം, പ്രോപ്പറായിട്ട് വേണ്ട ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ടാവണം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം ആയിരിക്കണം നമുക്ക് ഉണ്ടാവുന്നത്. 6 സിഗ്മ റൂൾ പ്രകാരം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതായത് ഡിഫക്റ്റീവ് പീസസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സലൻസ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും സർവീസും കൊടുക്കാൻ പറ്റണം. പുതിയ പുതിയ ടെക്നോളജി ഇന്നോവേഷനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവണം. അതാണ് ഇന്നോവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് കസ്റ്റമർ റെസ്പോൺസീവും ആയിരിക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ചടയ്ക്കും. ആ ഒരു കാര്യം ഒഴിവാക്കുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് റെസ്പോൺസീവായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ പ്രൊഡക്ട്സ് പ്രോഫിറ്റബിളി തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ലെവൽ ഓഫ് സ്ട്രാറ്റജിയിൽ പഠിക്കുക. നല്ല രീതിയിലൊന്ന് വായിച്ചു നോക്കുക, ക്ലിയർ ആക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് പഠിക്കും, അടുത്ത ലെവൽ ഓഫ് സ്ട്രാറ്റജി, അതായത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താ, ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് ആണ്. ഒന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് എടുത്ത് പോവല്ലേ, നേരെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ. അതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, അപ്പോൾ ബ്രേക്ക് എടുക്കണ്ട, വിട്ടോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ. ബിസിനസ് സ്ട്രാറ്റജി പഠിക്കാം, ബിസിനസ് സ്ട്രാറ്റജീസ് പഠിക്കാം. ഓക്കെ, ഗുഡ് ലക്ക് ഓൾ.